ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കൂടി വരുന്നതായി തോന്നുന്ന ഒരു കാര്യമാണ് ഈ തുമ്മൽ, മൂക്കൊലിപ്പ്, അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് എങ്ങനെയാണ് അത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പ് അപേക്ഷിച്ച് ഇന്ന് വെച്ച് നോക്കുമ്പോൾ അലർജിയുടെ സാധ്യത ഉള്ള രോഗികൾ അവരുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അന്നുണ്ടായിരുന്നതിനേക്കാൾ ഒരു 15% എങ്കിലും ഇപ്പോൾ കൂടിയിട്ടുണ്ടാവാം. അതിന് പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം ഒന്ന് നമ്മളുടെ ഈ പൊല്യൂഷൻ, ഈ വീടുകളിൽ അധിക കാലങ്ങളിലും ഉണ്ടാകുന്ന ഡസ്റ്റ് മൈറ്റിനെയാണ് ഏറ്റവും കൂടുതൽ അലർജനായിട്ട് നമുക്ക് കാണുന്ന ഒരു സംഗതി ഡസ്റ്റ് മൈറ്റാണ്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ പ്രോട്ടീൻ അതാണ് ഈ അലർജി കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സംഗതി. അതാണ് ഗവേഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ പ്രൂവനായിട്ടുള്ള സംഗതി. ഡസ്റ്റ് മൈറ്റിൻ്റെ അതിൻ്റെ ഷ്രെഡ് ചെയ്യുന്ന പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനെ നമ്മൾ ഒഴിവാക്കുക എന്നതാണ് ഈ അലർജി. ഒരു 80% അലർജിയുടെയും കാരണം ഈ ഡസ്റ്റ് മൈറ്റാണ്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ പ്രോട്ടീനെ നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ റെഗുലറായിട്ടുള്ള ക്ലീനിങ്, വീടിൻ്റെ മൂലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടി അതേപോലത്തെ സംഗതികളിലാണ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് മാറ്റുവാനായിട്ടുള്ള സംഗതികൾ ചെയ്യുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തലോണകളും ബെഡ്ഷീറ്റുകളും അത് എല്ലാ ആഴ്ചയിലും മാറ്റണം. അതിൻ്റെ ചൂടുവെള്ളത്തിൽ കഴുകണം. വെറുതെ നമ്മൾ കഴുകിയിട്ട് കാര്യമില്ല. ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുക. ഇതെല്ലാമാണ് ഈ ഡസ്റ്റ് മൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങൾ. പിന്നെ ഒരു പരിധി വരെ ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അലർജീനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം.